ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ കറക്റ്റ് പാളയമാണ്. പാളയത്തത് അതാണ് സാഫല്യം ഷോപ്പിംഗ് കോംപ്ലക്സ്. അവിടെ കാണാം, അത് സാഫല്യം ഷോപ്പിംഗ് കോംപ്ലക്സ്. അവിടെ നിന്ന് ഈ വഴി, ഇത് ജൂബിലി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഇടവഴിയാണ്, ചെറിയ വഴി. ഇപ്പോൾ ഈ വഴി പോകുമ്പോൾ തന്നെ തൊട്ട് ലെഫ്റ്റ് സൈഡിലാണ് നമ്മളിന്ന് കയറാൻ പോകുന്നൊരു റെസ്റ്റോറൻ്റാണ്. ഇത് ഒരു വെജിറ്റേറിയൻ, പ്യുവർലി വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്, നല്ല ഹൈഫൈ ആയിട്ട്. ഇപ്പോൾ എന്താ പറയുക, ഇങ്ങനെ നല്ല ഹൈഫൈയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ പ്യുവർ വെജ് മാത്രമായിട്ട് കൊടുക്കുന്നത്. നമുക്ക് എന്തായാലും ബാക്കി വിശേഷങ്ങളും ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ നല്ലൊരു വെജിറ്റേറിയൻ മീൽസും ബാക്കി എല്ലാ കാര്യങ്ങളും മാത്രമാക്കിയെന്നുമല്ല, നമുക്ക് നേരിൽ കണ്ട് ചോദിക്കാം. ബാക്കി വിശേഷങ്ങൾ അറിയാം. ഇതാണ് നിവേദ്യ കഫേ, ഉടുപ്പി കഫേ, നിവേദ്യ ആണ് അതിൻ്റെ പേര്. ഉള്ളിൽ ഇതൊക്കെ കണ്ടിട്ട് പറയാൻ വിചാരിച്ചിട്ടുണ്ട്. നമസ്കാരം. ഇതാണ് അഫ്സലൊക്കെ നമ്മുടെ അതിൻ്റെ ഓണറാണ്. എത്ര നാളായിരിക്കും നമ്മൾ ഇത് തുടങ്ങിയത്? ഇത് 1 മാസമായിരുന്നു. 1 മാസമായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത്ര ഒരു പോർഷനിൽ നമ്മൾ വെജിറ്റേറിയൻ മാത്രമായിട്ട് അങ്ങനെ ഒരു? അതായത് ട്രിവാൻഡ്രത്ത് ഇപ്പോൾ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് ഒരു സമാധാനമായിട്ട് പോയി കഴിക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഇല്ല. അപ്പോൾ അതിന് എങ്ങനെ അല്ല, ഇതുവരെ ഒരു ഹോട്ടൽ ശൃംഖല ഉണ്ടായിരുന്നു, വേണ്ടി മാത്രം നമ്മൾ പോകുന്നത്. ഹൈഫൈ ആയിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആണ്. ആൾക്കാർ കൂടുതലും വെജിറ്റേറിയനിലേക്കാണ് തിരിയുന്നത്. അപ്പോൾ അവർക്ക് ഒരു ചോയ്സ് ട്രിവാൻഡ്രത്ത് ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ അതൊന്ന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ഒരു കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തത്. അതായത് വെജിറ്റേറിയനിൽ തന്നെ കുറച്ചുകൂടെ നോർമലി ഇവിടെ ട്രിവാൻഡ്രത്ത് കിട്ടുന്നത് സൗത്ത് ഇന്ത്യൻ എന്ന് പറയുമ്പോൾ തമിളിയൻ ഒരു വെജിറ്റേറിയനിസമാണ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ ഉള്ള ഒരു ഡിഫറൻറ്റ് ഇപ്പോൾ ആൾക്കാർക്ക് വേണ്ട വെറൈറ്റിയാണ്. അപ്പോൾ ആ ഒരു വെറൈറ്റിയാണ് വേണ്ടത്. അപ്പോൾ ആ വെജിറ്റേറിയനിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്യുസീനാണ് ഉടുപ്പി ക്യുസീൻ. മനസ്സിലായില്ല? അപ്പോൾ അത് ഉടുപ്പി ക്യുസീൻ ഡിഫറെൻ്റ് ആണ്. ഉടുപ്പി ക്യുസീനാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നോർത്ത് ഇന്ത്യനും ചൈനീസും തന്തൂർ എല്ലാം കൊടുക്കുന്നു. നോക്കാം, ട്രൈ ചെയ്യാം. അല്ല, ഞാൻ ബ്രദറുണ്ട്. അതെ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് വെജിറ്റേറിയൻ ഇപ്പോൾ ഒരു നോർമൽ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി കൗണ്ടഡ് 1, 2, 3 ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉടുപ്പി ആകുമ്പോൾ ഡിഫറെൻറ്റ്, നമുക്ക് വേറെ കൗണ്ട് ചെയ്യാൻ വേറെ റെസ്റ്റോറൻറ്റുകളില്ല. ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കോൺസെപ്റ്റിലേക്ക് പോകുന്നത്. സമാധാനത്തോട് കഴിക്കാം. നമ്മൾ ഫീൽ ചെയ്യുന്ന, നമ്മൾ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാൻ പറ്റുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ തട്ടുന്ന ഫീഡ്ബാക്കുകൾ, കുറവുകൾ പരിഹരിക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായും. ഓക്കെ. ഇങ്ങനെ പലപ്പോഴും നമ്മൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കാണാത്ത ഒരു സംഭവമാണ് ചീസ് കോൺ ടിക്കി, സിംഗപ്പൂർ പനീർ, മഷ്റൂം ബിരിയാണി, സാൻഡോം നൂഡിൽ, തായ് ഹോം റൈസ്, ദിവാനി ഹാൻഡി, ഷെയ്ഷ്വാൻ പനീർ, ഷെയ്ഷ്വാൻ ചിക്കൻ കേട്ടിട്ടുണ്ട്, ഷെയ്ഷ്വാൻ പനീർ കേട്ടിട്ടില്ല, മലേഷ്യൻ നൂഡിൽ, എല്ലാം ഫ്ലാറ്റ് നൂഡിൽ. നമ്മൾ സാധാരണ കഴിക്കുന്നത് റൗണ്ട് നൂഡിലാണ്. മലേഷ്യൻ നൂഡിൽ ഫ്ലാറ്റ് ആണ്. എന്തായാലും വെറൈറ്റി തന്നെയാണ്. നേരത്തെ പറഞ്ഞ ഉടുപ്പി എന്നല്ല, മൊത്തത്തിലൊരു വെറൈറ്റിയാണ്. എന്തായാലും നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ കിച്ചൺ. അതെ. കടക്കൂ. കുറെ പേരുണ്ടല്ലോ. അപ്പോൾ നമ്മളെന്താ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ വെജിറ്റേറിയൻ ആകുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ ആദ്യം വരുന്ന ദോശയായിരിക്കും. ദോശ ഉണ്ടാവും. അതെ. മസാല ദോശയല്ല, ഇതൊരു ഉടുപ്പി സ്റ്റൈൽ ദോശയാണ്. അപ്പോൾ അതിൻ്റെ പേര് നീർദോശ. അതെ. അല്ലല്ല, ഡിഫറെൻറ്റ് ഷെഫ്സ്. ഇപ്പം എന്തായാലും നമ്മൾ നീർദോശ, ഇത് ഷെഫ് പരശുരാം, വിഷ്ണു പരശുരാം പുള്ളിയാണ് നീർദോശ സ്പെഷ്യലിസ്റ്റ്. അപ്പം നീർദോശ എന്തൊക്കെയാണ് നീർദോശയിൽ? ഇത് പച്ചരി, കോക്കനട്ട്,
തേങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബാറ്ററാണ് ഇത്. ഇത് അടുത്ത് പെസരട്ടെ ദോശ. പെസരട്ടെ ദോശ ഗ്രീൻ ദാൽ. ഉഴുന്നിലാണ് നമ്മൾ സാധാരണ ദോശ. ഇത് പയറിലുള്ള ദോശ. ഇത് പയറിൽ മാവാണ്. ഇത് നമ്മുടെ അരിമ പച്ചരിയും തേങ്ങയും കൊണ്ടുള്ള നീർ. അപ്പോൾ നമുക്ക് നീർദോശയും പെസരട്ട് ദോശയും നമുക്ക് ഉണ്ടാക്കാം. മലയാളം പറഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ പെസരട്ട് ദോശ ഇട്ടിട്ടുണ്ട്. ഇത് ഗീ ഒഴിച്ച് നമ്മൾ ഗീ ആണല്ലോ. അതെ, ഒരു പി സ്പെഷ്യലാണ് പെസരട്ട് ദോശ. ഇതിൽ നമ്മൾ ഗ്രീൻ ഗ്രാം ഉണ്ട്, പിന്നെ ഗ്രീൻ ഗ്രീൻ ഗ്രാം, ജിഞ്ചർ, ഗ്രീൻ ചില്ലി. നമ്മൾ നേരത്തെ പുളിപ്പ് അങ്ങനത്തെ സംഭവം നമ്മുടെ പച്ചരി പോലെ അല്ലല്ലോ, കളിക്കാൻ പോലെ. ഗ്രീൻ ഗ്രാം ആയതുകൊണ്ട് തന്നെ ഇതോടി നമുക്ക് നല്ലതാണ് ശരീരത്തിന്. മറിച്ചിട്ടിട്ടുണ്ട് നമ്മൾ. ശരി, ഓരോരോ സെക്ഷൻ അല്ല. ഇത് ദോശ സെക്ഷൻ, ഇത് ചൈനീസ് സെക്ഷൻ, ഇത് നോർത്ത് ഇന്ത്യൻ ഇതിന്റെ പേര് എനിക്ക് വിട്ടുപോയി. പെസരട്ട് ദോശ. റെഡിയാണ്. അപ്പോൾ നമ്മുടെ പെസരട്ട് അഥവാ പയർ ദോശ റെഡി ആയിട്ടുണ്ട്. അതങ്ങ് പ്ലേറ്റിലോട്ട് മാറ്റി. കാണുമ്പോൾ തന്നെ അതൊരു ഡിഫറെൻറ്റ് ടെക്സ്ചർ. ഇതെന്തായാലും അങ്ങോട്ട് നല്ല നീളമാണ്. ഇതെന്തായാലും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് കണ്ടിട്ട് നമ്മുടെ നീർദോശ. നീർ സ്വീറ്റ് ആണോ വരുന്നത്? സ്വീറ്റ് ആണല്ലേ? നീർദോശ സ്വീറ്റ് ആണ്. നല്ല നെയ്യ് മണം അങ്ങ് മൊത്തം പരക്കുന്നു. ഇതിന് നമ്മുടെ ആക്ച്വലി ദോശ റൗണ്ട് ആയിട്ടാണ് നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് അങ്ങനെയല്ല. എങ്ങനെയാവും പ്രത്യേക ഒരു ഷേപ്പ് നമുക്ക് നീർദോശക്ക്. കാരണം ഇത്രയും കൂടി ലൂസ് ആയത് കാരണം പ്രത്യേകിച്ച് ഷേപ്പ് ഇല്ല. കാരണം കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്യണം. ഇത് സ്വീറ്റ് ആയിരിക്കും. ഒപ്പം നെയ്യ് പൊളിച്ച് നീറ്റാണ്. തേങ്ങാപ്പീര, തേങ്ങയും പഞ്ചസാര, തേങ്ങാപ്പീര പഞ്ചസാര ഇട്ട് നമ്മുടെ നമ്മുടെ ഒരു ഗോതമ്പ് ദോശയിലുള്ള പൊതിയൂടെ അതുപോലത്തെ, അതല്ല അതുപോലത്തെ സ്വീറ്റാണ്. നല്ല സ്വീറ്റ് അല്ല, കുറച്ച്. അപ്പോൾ നമ്മുടെ നീർദോശ റെഡി ആയിട്ടുണ്ട്. പെസരട്ട് ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. മൂവിങ് ടു ചൈനീസിലോട്ട് നമുക്ക് പോവാം. അങ്ങോട്ട് പോവാം. അല്ല, അവിടെ തിരക്കുണ്ടെങ്കിൽ അങ്ങോട്ട് പൊക്കോളൂ, കുഴപ്പമില്ല. അപ്പൊ ഞാൻ എന്തായാലും കണ്ടിന്യൂ നമുക്ക് അവസരം കഴിക്കാൻ. എന്തായാലും എല്ലാവരും കൂടി നിൽക്കേണ്ട, കാരണം അദ്ദേഹത്തിനോട് കുറച്ച് തിരക്കുണ്ട്. ഞാൻ പിടിച്ചെടുത്തേ ശരിയല്ലോ. നമുക്ക് എന്തായാലും ചൈനീസ്. ആരാ ചൈനീസ്? എവിടെ? അദ്ദേഹത്തിന്റെ പേരെന്താ? യാദവ് വിഷ്ണു. യാദവ് ഭായി ആണ് നമുക്ക് ഇന്ന് ചൈനീസ് ഉണ്ടായിരുന്നത്.